ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇതിന് മുമ്പുള്ള വീഡിയോസിന് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെൽത്തി ഫിഷ് തവ ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ ഓയിലധികം യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മളിവിടെ ഹമൂറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വേണം മസാലാസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. എത്ര നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും കറി ലീവ്സ് ആഡ് ചെയ്തോളൂ. സ്പൈസിനനുസരിച്ചാണ് നമ്മൾ പെപ്പറും ചുവന്ന മുളകും ആഡ് ചെയ്യുന്നത്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി. ഇത് ഞാനൊരു 1/2 kg ഉള്ള ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവും. അപ്പോൾ എല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. പെപ്പറും ചുവന്ന മുളകും മാത്രം എരിവിനനുസരിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ 1 ടേബിൾ സ്പൂണ് കോക്കനട്ട് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കുഞ്ഞു മിക്സി ജാറിലിട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും. ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്ന ഒരു ഐഡിയ ആണിത്. നമ്മൾ സാധാരണ ഈ മുളക് പൊടിയും ചെറിയുള്ളിയൊക്കെ മിക്സ് ചെയ്തിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഇത് വേറൊരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഒരു ഗ്രീൻ ഫിഷ് ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രീൻ ചിക്കനൊക്കെ ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഒരു വെറൈറ്റി ആയിട്ട്. അപ്പോൾ ഇത് രസത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പരിപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മളിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കണമെന്നില്ല, വെള്ളം ചേർക്കാതെ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ മസാല ഇനി ആ ഫിഷിൻ്റെ പീസസിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിതിൽ പൊടിയായിട്ട് ചേർത്തിരിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി മാത്രമാണ്. അതും ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒന്നുകൂടെ വീഡിയോ കാണുന്ന എല്ലാവരെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസും കാണുക. ഇനിയും യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മസാല എല്ലാം നമ്മളിതിൽ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇത് ഒരു 1/2 hour അല്ലെങ്കിൽ ഒരു 20 minutes നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ മസാലയും ഒരു ഫിഷിൻ്റെ പീസസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഏകദേശം ഒരു 10 to 20 minutes ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കിച്ചണൊന്ന് ക്ലീൻ ചെയ്ത് ബാക്കി റൈസൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 minutes ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഓയിൽ മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇതിലേക്ക്. ഇത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. നമ്മൾ പാൻ ചൂടായപ്പോൾ അതിലേക്ക് ഓയിൽ ആഡ് ചെയ്തിട്ട് എല്ലാ പീസസും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കുകയാണ്. വളരെ തിൻ സ്ലൈസ് ആയിട്ടുള്ള പീസസൊക്കെ ആണെങ്കിൽ പെട്ടെന്നാവും, കിങ് ഫിഷ് പോലെ. അപ്പോൾ ഞാൻ എല്ലാ പീസസും അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്കിത് കവർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ലിഡ് ഉണ്ടെങ്കിൽ കവർ ചെയ്തിട്ട് ഒരു 5 minutes ഒരു സൈഡും മറ്റേ 5 minutes മറ്റൊരു സൈഡും കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. ഫിഷ് ഏകദേശം വെച്ച് കൊടുത്തിട്ട് ഒരു 5 minutes ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറായിട്ടുള്ള മസാല നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മീനിൻ്റെ ഉൾഭാഗം വേവുമില്ല, ഈ മസാലയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയി പോകും. അപ്പോൾ ഞാൻ എല്ലാ പീസസും ഞാനങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു ടീസ്പൂൺ എണ്ണ അതിന് സൈഡിൽ കൂടെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ആ മറ്റേ ഭാഗവും കൂടെ ഒന്ന് ഫ്രൈ ആയി വരാനായിട്ട്. അപ്പോൾ അത് നല്ലപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇപ്പം വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാലും നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫിഷ് ഫ്രൈ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ കുട്ടികൾക്കും ഇത് വളരെ ഹെൽത്തി ആയിട്ട് ഉള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അവർ നല്ലോണം കഴിക്കുകയും ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. തുടർന്നുള്ള വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യുക. ബൈ.